നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും യുദ്ധവാർത്തകൾ പുറത്തുവരികയാണ്. ഇത്തവണ പാകിസ്ഥാൻ സൈന്യത്തെ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്നത് ഭീകര സംഘടനയായ TTP പയറ്റുന്ന ഒരു പുതിയ തന്ത്രമാണ്. നേരിട്ട് വെടിവെക്കുന്നതിന് പകരം സൈന്യത്തിന്റെ വഴി അടയ്ക്കുക. വടക്കൻ വസീറിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പാലങ്ങൾ ഒന്നൊന്നായിട്ട് തകർത്ത സൈന്യത്തെ കുടുക്കിയിരിക്കുകയാണ് TTP. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികളിൽ വീണ്ടും വെടിമരുന്നിന്റെ ഗന്ധം പടരുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് TTPയുടെ ഈ ഒരു ബ്രിഡ്ജ് അറ്റാക്ക്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 2 പ്രധാന പാലങ്ങളാണ് ഇവർ ബോംബ് വെച്ച് തകർത്തത്. ഷേവ പാലവും ഖുഷാലി പാലവും. കേവലം ഒരു സ്ഫോടനം എന്നതിനേക്കാൾ ഉപരി വസീറിസ്ഥാൻ മേഖലയിലെ സൈനിക നീക്കങ്ങളെ പാളിച്ചകളിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വടക്കൻ വസീറിസ്ഥാനിലെ ഷേവ പാലവും മീർ അലി തഹസീനിലെ ഖുഷാലി പാലവും തകർക്കപ്പെട്ടത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിതരണ ശൃംഖലകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഒരു കോൾഡ് വാറിന് സജ്ജമായി വരുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി നിസ്സാരമല്ല. എന്തിനാണ് ഈ പാലങ്ങൾ തകർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ കൃത്യമായൊരു മിലിറ്ററി സ്ട്രാറ്റജിയുണ്ട്. യുദ്ധതന്ത്രങ്ങളിൽ പാലങ്ങൾക്കും ഗതാഗത മാർഗങ്ങൾക്കും എപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. സൈന്യത്തിന് ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കണമെങ്കിൽ ഈ പാലങ്ങൾ അത്യാവശ്യമാണ്. പാലം തകർന്നതോടെ സൈനിക നീക്കം മന്ദഗതിയിലായി. സൈന്യത്തിന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു നീക്കത്തിലൂടെ പാക് സൈന്യത്തെ വസീറിസ്ഥാൻ മേഖലയിൽ തന്നെ തളച്ചിടാനാണ് TTP ലക്ഷ്യമിടുന്നത്. ഇത് കേവലം ഒരു ഫിസിക്കലായൊരു തകർച്ചയല്ല, മറിച്ച് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണ അധികാരത്തിന് മേലുള്ള കനത്ത പ്രഹരം കൂടിയാണ്. ദീർഘകാലമായി ആസൂത്രണം ചെയ്ത ഇത്തരം നീക്കങ്ങൾ വഴി തങ്ങളുടെ സ്വാധീന മേഖലകളിൽ സൈന്യത്തിന് പ്രവേശനം അസാധ്യമാക്കുക എന്നതാണ് തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത്. ഷേവ പാലത്തിന്റെ തകർച്ച ഖൈബർ പത്വൻകോയിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളെയും തമ്മിൽ വേർപെടുത്തിയിരിക്കുകയാണ്. ഷേവ തഹസീലിലെ കുരം, ഹംഗു, ബന്നു, കാരക്, തെക്കൻ വസീറിസ്ഥാൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം അഫ്ഗാൻ അതിർത്തിയിലേക്കുള്ള പ്രധാന പാത കൂടിയായിരുന്നു. അതിർത്തി രക്ഷാ സേനയും സൈനിക വിന്യാസത്തിനും ആവശ്യമായ ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കുന്നതിൽ ഈ പാലം വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതാണ്. ഇത് തകർന്നതോടെ ഡ്യൂറൻ ലൈനിലെ കാവൽപുരകളിലേക്ക് സൈനികരെ എത്തിക്കുന്നത് ഏറെ ദുഷ്കരമാകും. കഴിഞ്ഞ 7 മാസമായി ഈ ആക്രമണത്തിനായി TTP പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് പ്രാദേശിക ഗോത്രവർഗ കൗൺസിലായ ജിർഗയുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ തീവ്രവാദികൾ കരുക്കൾ നീക്കുന്നുവെന്നാണ്. പ്രാദേശിക ജനവിഭാഗങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു തലം കൂടി ഈ ഒരു സംഭവത്തിനുണ്ട്. പാലം തകർക്കുക മാത്രമല്ല, അതിനി ആരും പണിയാൻ വരണ്ട എന്ന ഭീഷണിയും TTP മുഴക്കിയിട്ടുണ്ട്. വടക്കൻ വസീറിസ്ഥാനിലെ പ്രാദേശിക സമിതിയായ ജിർഗ അംഗങ്ങളോട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ആരെങ്കിലും ഈ ഒരു പാലം നന്നാക്കാൻ വന്നാൽ അവർ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ്. സാധാരണഗതിയിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ജിർഗ എന്ന പഷ്തൂൺ പാരമ്പര്യ സംവിധാനത്തെ പോലും ഭയപ്പെടുത്താൻ TTPക്ക് കഴിയുന്നു എന്നത് മേഖലയിലെ ഭരണകൂടത്തിന്റെ പിടി അയയുന്നു എന്നതിന്റെ തെളിവാണ്. ഭയം കാരണം ജനങ്ങൾ സൈന്യത്തെ സഹായിക്കാൻ മടിക്കുകയാണ്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായി. അവരുടെ ദൈനംദിന ജീവിതം ദുസ്സഹമായി. സർക്കാരിനേക്കാൾ കൂടുതൽ അവിടെ ഇപ്പോൾ TTP പറയുന്നതാണ് നടക്കുന്നത് എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. നിലവിൽ പാകിസ്ഥാൻ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ പലതാണ്. ഒരു വശത്ത് സാമ്പത്തിക തകർച്ചയും മറുവശത്ത് രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുന്ന രാജ്യത്തിന് വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ പുതിയ മുന്നേറ്റങ്ങൾ താങ്ങാവുന്നതിലും അധികമാണ്. ദിവസേന ഒന്നിലധികം സൈനിക ഓപ്പറേഷനുകൾ ഖൈബർ പത്വൻഖോയിൽ നടക്കുന്നുണ്ടെങ്കിലും TTPയുടെ കടന്നാക്രമണങ്ങളെ ഫലപ്രദമായി തടയാൻ സാധിക്കുന്നില്ല. തന്ത്രപ്രധാനമായ ആസ്തികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത് സൈന്യത്തിന്റെ മനോവീര്യത്തെ ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ചും ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയും മറ്റുമൂലം ഗതാഗതം കഠിനമാകുന്ന സാഹചര്യത്തിൽ പാലങ്ങൾ ഇല്ലാത്തത് സൈനിക നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കിയേക്കാം. ഇത് തീവ്രവാദികൾക്ക് ഒളിത്താവളങ്ങളിൽ ഇരുന്ന് ആക്രമണം നടത്താൻ കൂടുതൽ സൗകര്യമൊരുക്കുന്നു. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി തർക്കങ്ങളും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറൻ ലൈനിലെ കാവൽപുരകളിലേക്ക് സൈനികരെ എത്തിക്കുന്നത് ഇതോടെ ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. അഫ്ഗാൻ താലിബാന്റെ പരോക്ഷ പിന്തുണ TTPക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിർത്തിയിലെ സുരക്ഷാ വേലികൾ നിർമ്മിക്കുന്നതിനെ അഫ്ഗാനിസ്ഥാൻ എതിർക്കുന്ന സാഹചര്യത്തിൽ ഈ പാലം തകർത്തത് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും. പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. രാജ്യത്ത് കടുത്ത സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഈ പുതിയ യുദ്ധം അവർക്ക് താങ്ങാവുന്നതിലും അധികമാണ്. പ്രത്യേകിച്ചും ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച കൂടുമ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് തീവ്രവാദികൾക്ക് ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ കൂടുതൽ സൗകര്യമൊരുക്കുന്നു. തകർക്കപ്പെട്ട ഓരോ പാലവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശക്തിക്കേറ്റ വലിയ മുറിവുകളാണ്.
TTPയുടെ ഈ വിന്റർ ഒഫൻസീവ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. തോക്കുകൾ കൊണ്ട് മാത്രം തീവ്രവാദത്തെ നേരിടാൻ കഴിയില്ലെന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. സൈന്യത്തിന് തങ്ങളുടെ ആസ്തികൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്തത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.